ഇംഗ്ലണ്ട് പരിശീലകൻ ഗാരറ്റ് സൗത്ത്ഗേറ്റ് രാജിവെച്ചിരിക്കുകയാണ്. യൂറോകപ്പ് ഫൈനൽ തോൽവിക്ക് പിന്നാലെയാണ് രാജി. മർവ ഒരുപാട് വിമർശനങ്ങൾ നേരിട്ട ഒരു പരിശീലകനാണ്. പക്ഷേ യൂറോയുടെ ഫൈനലിൽ എത്തിച്ചിട്ടും രാജിവെക്കാനുള്ള തീരുമാനത്തിലേക്ക് എത്തിയത് എങ്ങനെയാണ്? അതിന് നമുക്കറിയാം, ഫുട്ബോൾ ഇംഗ്ലണ്ട് കണ്ടിട്ടുള്ള ഏറ്റവും മികച്ച പരിശീലകരിൽ ഒരാൾ തന്നെയാണ് സൗത്ത്ഗേറ്റ് എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. 2016 അദ്ദേഹം പരിശീലക വേഷം ഏറ്റെടുക്കുന്നത്. എപ്പോഴും സൂപ്പർ താരങ്ങൾ തിങ്ങി നിൽക്കുന്ന ഒരു ടീമാണ് ഇംഗ്ലണ്ട്. പക്ഷേ എങ്കിൽ പോലും യാതൊരു വിധത്തിൽ മുന്നേറാൻ സാധിക്കാത്ത ഒരു ടീമായിരുന്നു ഇംഗ്ലണ്ട്. ആ ഒരു ടീമിനെ ഒരു വിജയത്തിലേക്ക് എത്തിക്കുന്ന ഒരു കോച്ചായി മാറുകയായിരുന്നു സൗത്ത്ഗേറ്റ്. ഒരുപാട് വിമർശനങ്ങൾ അദ്ദേഹത്തിന് നേരിടേണ്ടി വന്നിട്ടുണ്ട്. 2016 അദ്ദേഹം പരിശീലക വേഷം ഏറ്റെടുക്കുന്നു. 2018 ലോകകപ്പിൽ അദ്ദേഹം ഇംഗ്ലണ്ടിനെ സെമിയിലേക്ക് എത്തിക്കുന്നു. അതിനുശേഷം 2020 യൂറോ കപ്പിൽ അദ്ദേഹം ഇംഗ്ലണ്ടിനെ ഫൈനലിൽ എത്തിക്കുന്നു. ഇറ്റലിയോട് പെനാൽറ്റി ഷൂട്ടൌട്ടിൽ തോറ്റുകൊണ്ടാണ് അന്നത്തെ ടൂർണമെന്റ് ഇംഗ്ലണ്ട് അവസാനിപ്പിക്കുന്നത്. അതിനുശേഷം 2024 അദ്ദേഹം വീണ്ടും ഇംഗ്ലണ്ടിനെ ഫൈനലിലേക്ക് എത്തിക്കുന്ന കാഴ്ച നമ്മൾ കണ്ടിരുന്നു. അത്തരത്തിൽ തുടർച്ചയായി 2 ഫൈനലുകളിലും ഒരു സെമിയിലും എത്തിക്കുന്ന ഒരു കോച്ചാണ് അദ്ദേഹം. പക്ഷേ പല കാരണങ്ങൾ കൊണ്ട് അദ്ദേഹത്തിന് അല്ലെങ്കിൽ ആ ടീമിന് കിരീടത്തിലേക്ക് എത്താൻ കഴിയുന്നില്ല. പക്ഷേ ഇദ്ദേഹത്തിന് ഉണ്ടായിരുന്ന ഒരു ബുദ്ധിമുട്ട് എന്ന് പറയുന്നത് സൂപ്പർ താരങ്ങൾ സൂപ്പർ നിര തന്നെയുള്ള ഒരു ടീമാണ് ഇംഗ്ലണ്ട്. ഈ ടീമിനെ ഒത്തിണക്കി ഒരൊറ്റ ടീമാക്കി പുതിയൊരു ഗെയിം പ്ലാൻ കൊണ്ടുവരാൻ അല്ലെങ്കിൽ അതൊരു ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ ഇദ്ദേഹത്തിന് കഴിഞ്ഞിരുന്നില്ല. ഇദ്ദേഹത്തിന് മുൻപുള്ള കോച്ചുമാർക്കും ഇത് തന്നെ ഒരു സമാന ബുദ്ധിമുട്ടുകൾ നേരിട്ടിരുന്നു. ഈ ബുദ്ധിമുട്ട് പരിഹരിക്കാൻ സൗത്ത്ഗേറ്റിനുമായില്ല എന്നുള്ളതാണ് അദ്ദേഹത്തിനെ സംബന്ധിച്ചിടത്തോളം വിമർശകർ ഏറ്റവും അധികം ഉന്നയിക്കുന്നത്. ഇപ്പോൾ 2024 യൂറോയിൽ തോറ്റെങ്കിലും അദ്ദേഹത്തിനെ തന്നെ നിലനിർത്താനാണ് ഇംഗ്ലണ്ട് തീരുമാനിച്ചിരുന്നത്. പക്ഷേ ഇപ്പോൾ അദ്ദേഹം സ്വയമേ കോച്ചിന്റെ സ്ഥാനം ഒഴിഞ്ഞ് പുറത്തേക്ക് പോവുകയാണ്. നമുക്കറിയാം, അടുത്ത ലോകകപ്പിനായുള്ള ക്വാളിഫയർ മത്സരങ്ങളെല്ലാം വരാനിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ അതിനു മുൻപായി തന്നെ ഇംഗ്ലണ്ട് പുതിയൊരു പരിശീലകനെ കണ്ടെത്തുമെന്നാണ് ഇപ്പോൾ വരുന്ന റിപ്പോർട്ടുകൾ. എന്നിരുന്നാലും ഇംഗ്ലണ്ട് ടീമിനെ പരിശീലിപ്പിക്കാനായതിൽ വളരെ സന്തോഷമുണ്ടെന്നും ഇത് എല്ലാവരോടും നന്ദി എന്ന് പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹം ടീമിൽ നിന്നൊഴിയുന്നത്. സ്പോർട്സ് ഡെസ്കിൽ നിന്ന് മർവ കെ ഷഹീറാണ് വിശദാംശങ്ങൾ നൽകിയത്.